കൃപാസനം പത്രം ജൂൺ 2025 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള നീതിയുടെ സാക്ഷ്യം. ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ആരാധന കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്ന തോന്നൽ. ആദ്യം സുഗന്ധാഭിഷേകം, പിന്നെ ഒരു കുഞ്ഞിനെ സ്വപ്നം കണ്ടു. ശേഷം നടന്ന ദൈവീക ഇടപെടൽ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികൾ ഉണ്ടാകുന്നില്ലായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് കുമ്പസാരിക്കണമെന്ന് തോന്നി. അത് ചെയ്ത ശേഷം എൻ്റെ ഭവനത്തിൽ ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ മണവും തണുത്ത കാറ്റും വീശി. പിന്നെ വെളുപ്പിന് ഞാൻ ഒരു ചോരക്കുഞ്ഞിനെ സ്വപ്നം കണ്ടു. അതുപോലെ തന്നെ നോർമൽ ഡെലിവറിയിലൂടെ എനിക്കൊരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കുഞ്ഞ് ജനിച്ച ശേഷം മുഖത്ത് എക്സിമ വരുന്നത് പോലെ പാടുകളുണ്ടായി. പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ വെഞ്ചരിച്ച് ഉപ്പ് കഴിച്ചിട്ട് പാൽ കൊടുക്കാൻ പറഞ്ഞു. അന്ന് രാത്രി മുതൽ പാട് പൂർണ്ണമായി മാറിക്കിട്ടി. ഇടുക്കിയിൽ നിന്നുള്ള ബിനോയ് അഗസ്റ്റിൻ്റെ സാക്ഷ്യം. ഉടമ്പടി നമ്മളെ വ്യത്യസ്തരാക്കും. ഇന്ത്യ കാനഡ പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് എനിക്ക് 10 വർഷത്തേക്ക് വിസ അടിച്ചു കിട്ടിയത്. എനിക്ക് ക്യാൻസർ വന്ന് ചികിത്സയിലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 40 റേഡിയേഷൻ എനിക്ക് എടുത്തതാണ്. റേഡിയേഷൻ ചെയ്യുമ്പോഴും എനിക്ക് തളർച്ചയോ ക്ഷീണമോ അനുഭവപ്പെട്ടില്ല. ഡോക്ടർ പറഞ്ഞത് മറ്റുള്ളവരെ പോലെയല്ല, നിങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്, തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുന്നതായി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരാഴ്ചത്തെ റേഡിയേഷന് ശേഷം സ്വന്തമായി വണ്ടി ഓടിച്ചാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ഇത് അത്ഭുതകരമാണെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നീട് എനിക്ക് റേഡിയേഷൻ എടുക്കേണ്ടി വന്നില്ല. കൂടാതെ ഞാൻ കാനഡയ്ക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഇന്ത്യ കാനഡ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 10 വർഷത്തേക്ക് വിസ അനുവദിച്ചു കിട്ടി. സബിത സുരേഷിൻ്റെ സാക്ഷ്യം. സഹോദരന് ക്യാൻസർ വന്നപ്പോഴാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുത്തത്. താടിയിൽ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ RCCയിൽ തുള്ളിച്ചാടി. എൻ്റെ സഹോദരന് കടുത്ത പല്ലുവേദനയെ തുടർന്ന് ഡോക്ടറെ കണ്ടപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാനും ബയോപ്സി ചെയ്യണമെന്നും പറഞ്ഞു. ആ സമയം തന്നെ ഞാൻ കൃപാസനം മാതാവിനോട് അവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, എൻ്റെ സഹോദരന് ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചെന്ന് ബയോപ്സിക്ക് അയച്ച് റിസൾട്ട് വന്നപ്പോൾ ക്യാൻസറിൻ്റെ ആരംഭമാണെന്നും താടിയെല്ല് കട്ട് ചെയ്യണമെന്നും തിരുവനന്തപുരം RCCയിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലവും തേനും കൊടുത്തിരുന്നു. RCCയിൽ ചെന്നപ്പോൾ താടിയെല്ല് കട്ട് ചെയ്യണം, നാക്ക് കട്ട് ചെയ്യണം, വയറിലെ ദശയെടുത്ത് വായ്ക്കകത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരൻ്റെ താടിയെല്ല് കട്ട് ചെയ്യരുതെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. സർജറിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി താടിയിൽ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശുപത്രിയിൽ തുള്ളിച്ചാടി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. വൈപ്പിൻ പെരുമാൾപ്പടിയിൽ നിന്നുള്ള ജെൻസിയുടെ സാക്ഷ്യം. വിദേശത്തായിരുന്ന ഭർത്താവിൻ്റെ ശരീരം അലർജി വന്ന് പഴുത്തുപൊട്ടി. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ഞാൻ വന്ന് ഉടമ്പടിയെടുത്തു. ഉടനടി മാതാവ് ചെയ്തു തന്നത്. ജർമ്മനിയിലായിരുന്ന എൻ്റെ ഭർത്താവിന് ശരീരം മൊത്തം അലർജി പോലെ വന്ന് ചൊറിച്ചിലും പൊട്ടിപ്പഴുക്കാനുമൊക്കെ തുടങ്ങി. ലീവ് ചോദിച്ചപ്പോൾ വർക്ക് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഒത്തിരി കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നതിനാൽ തിരിച്ചു പോന്നാൽ ആകെ ബുദ്ധിമുട്ടിലാകും. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കമ്പനി മെഡിക്കൽ ലീവ് അനുവദിക്കുകയും ഭർത്താവിന് നാട്ടിലേക്ക് പോരാനും സാധിച്ചു. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം കൊടുത്തു. പിന്നെ ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. പുരട്ടാൻ തന്ന മരുന്നിൽ ഞാൻ ഉടമ്പടി തൈലം കലർത്തി ഭർത്താവിൻ്റെ ദേഹത്ത് പുരട്ടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാടുപോലുമില്ലാതെ സൗഖ്യം ലഭിച്ചു. മലപ്പുറത്ത് നിന്നുള്ള അനുവിൻ്റെ സാക്ഷ്യം. 2 കോടി രൂപയ്ക്കായിരുന്നു പപ്പ ജാമ്യം നിന്നിരുന്നത്. സഹനങ്ങൾക്ക് നന്ദി പറഞ്ഞ് സാക്ഷിയായി ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ചെയ്തു തന്നത്. 2016 ഞങ്ങളുടെ ഒരു കസിൻ വീടും സ്ഥലവും ബാങ്കിൽ പണയം വെച്ചു. എൻ്റെ പപ്പയാണ് ജാമ്യം നിന്നത്. 2018 2 കോടി 20 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് നോട്ടീസ് വന്നു. പപ്പ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. സഹനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞു. പിന്നെ ബാങ്കുകാർ വന്നെങ്കിലും പൊസഷൻ എടുക്കാതെ പോയി. അതിനുശേഷം ഞങ്ങളുടെ കസിൻസ് കുറച്ചു പേർ ചേർന്ന് ഞങ്ങളുടെ സ്ഥലം എടുത്തു. അങ്ങനെ 1 കോടി രൂപ അടയ്ക്കാൻ സാധിച്ചു. പിന്നെ സെറ്റിൽമെൻറ്റിന് സംസാരിക്കാൻ വന്നപ്പോൾ ഒരു സഹോദരൻ നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം, നിങ്ങളുടെ കടം ഞാൻ അടച്ചു തീർത്തോളാം എന്ന് പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ കടം തീർത്തു. എറണാകുളം പനങ്ങാട് നിന്നുള്ള ടെൻസിയുടെ സാക്ഷ്യം. 14 വർഷമായി ഞങ്ങൾക്കൊരു ഭവനമുണ്ടായിരുന്നില്ല. മരിയൻ ഉടമ്പടിയെ തുടർന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് 2-ാം ദിവസം പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾക്ക് 14 വർഷമായി സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് 2 പ്രാവശ്യം പുതുക്കിയ ശേഷം ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ടൊരു കാശുരൂപം തന്നു. ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച് ഉപ്പ് വിതറുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് 2-ാം ദിവസം എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ ആധാരവും മറ്റു രേഖകളുമായി ഉടനെ പഞ്ചായത്തിൽ എത്തണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ലൈഫ് പദ്ധതിയിൽ നിങ്ങളുടെ വീട് പാസ്സായിട്ടുണ്ട്, എത്രയും വേഗം പണി തുടങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ലൊരു ഭവനം പണി തീർക്കാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ ഞാൻ വീട്ടിലെ വാട്ടർ ടാങ്കിൽ വീണു. രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മയെ വിളിച്ച് കരഞ്ഞു. ആ സമയം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും പരിശുദ്ധ അമ്മയെയും ദർശനത്തിൽ കാണുകയും എൻ്റെ ബന്ധു വന്ന് എന്നെ കൈപിടിച്ച് കയറ്റുകയും ചെയ്തു. സൗദി അറേബ്യയിൽ നിന്നുള്ള സെലിൻ മരിയയുടെ സാക്ഷ്യം. ആദ്യം ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. പിന്നെ ഞാൻ നേരിട്ട് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി. നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വഴി മാതാവ് ചെയ്തു തന്നത്. ഞാൻ സൗദിയിലായിരുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനും അവിടുത്തെ പ്രോമെട്രിക് എക്സാം എഴുതുന്നതിനും ശ്രമിക്കുകയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ചു. പ്രദക്ഷിണ സമയത്ത് മാതാവിനെ തന്നെ എടുക്കാനുള്ള ഭാഗ്യം കിട്ടി. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എന്നെ ബ്ലസ് ചെയ്യുന്നതായി സ്വപ്നം കണ്ടു. പിന്നീട് കൃപാസനത്തിൽ വന്ന അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് PG കഴിഞ്ഞ് ഇയർ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ മുഖത്ത് തട്ടിച്ചിരിച്ചു. അതിനുശേഷം വിസിറ്റിംഗ് വിസയിൽ സൗദിയിൽ പോകുന്നതിനും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി എക്സാം എഴുതി പാസ്സാകുന്നതിനും സാധിച്ചു. പിന്നെ ഒരു ഇൻ്റർവ്യൂ പാസ്സായി ഹോസ്പിറ്റലിൽ വിസ ലഭിക്കുകയും ഹോസ്പിറ്റലിൽ ലേബർ സ്പെഷ്യലിസ്റ്റായി ജോലി ലഭിക്കുകയും ചെയ്തു. കൊല്ലത്തു നിന്നുള്ള രമ്യയുടെ സാക്ഷ്യം. മകൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം വന്നപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. നിന്റെ അസുഖമെല്ലാം മാറുമെന്ന് കുഞ്ഞിനോട് മാതാവ് നേരിട്ട് പറഞ്ഞ വലിയ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ മകൾക്ക് 2.25 വയസ്സിൽ ശരീരത്തിൽ നീര് വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖം വന്ന് രോഗം മൂർച്ഛിച്ച് ICUവിൽ ആയി. പിന്നീട് ഡിസ്ചാർജായി വീട്ടിലെത്തിയെങ്കിലും 2 മാസം കഴിഞ്ഞ് വീണ്ടും അസുഖം വന്നു. സ്റ്റിറോയിഡ് ഗുളിക ആയതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നും ബ്രെയിൻ്റെ സ്കാൻ എടുക്കണമെന്നും പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിനിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുകയാണെന്ന് പറഞ്ഞു. 44 mm ആണ് ഫ്ലൂയിഡ് കാണിച്ചത്. സർജറി പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഫ്ലൂയിഡ് എടുക്കാൻ സെഡേഷൻ കൊടുത്തപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഫ്ലൂയിഡ് എടുത്ത ശേഷം കുഞ്ഞിനോട് മാതാവിനെ നീ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാതാവിനെ കണ്ടുവെന്നും കറുത്ത് കോട്ടിട്ട് ദീക്ഷയുള്ള ഒരാളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 44 mm എന്നത് 25 mm ആയി. കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ നിന്നുള്ള ബാഹുലേയൻ്റെ സാക്ഷ്യം. വീടില്ലാതിരുന്ന എനിക്ക് ഭവനം ലഭിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ ഭവനത്തിൻ്റെ പേരായ കൃപാസനം എന്ന് പേരിട്ടു. ഞങ്ങൾക്ക് 30 വർഷമായി ഒരു ഭവനമില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഒരു വ്യക്തി വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 1.5 വർഷത്തിനകം എനിക്ക് നല്ലൊരു ഭവനം പണിതീർത്ത് താമസിക്കുന്നതിനും ഭവനത്തിന് കൃപാസനം എന്ന് പേരിടുകയും ചെയ്തു. കൂടാതെ എൻ്റെ ഭാര്യയുടെ തലയിൽ 25 വർഷം മുമ്പ് ഒരു തേങ്ങ വീണ് കടുത്ത വേദനയുമായി പല ഡോക്ടർമാരെയും കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും വേദനയ്ക്ക് കുറവില്ലായിരുന്നു. വേദന വരുമ്പോൾ മരുന്ന് കഴിക്കും, വീണ്ടും വേദന വരും. ഉടമ്പടി തൈലം ഭാര്യയുടെ തലയിൽ 7 ദിവസം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വേദന പൂർണ്ണമായി മാറിക്കിട്ടി. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി.